സുബ്ഹാനഹു വ തആല ആ കരാറ് നമ്മൾ ഏറ്റെടുത്തിട്ട് ഇവിടെ പൂർത്തീകരിക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കരാറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യ മാനവ, നീ ഈ ലോകത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ്, ഈ ദുന്യാവാകുന്ന ലോകത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിനക്കൊരു ജീവിതമുണ്ടായിരുന്നത്രേ. ഒന്നാം കാലഘട്ട ജീവിതമാണ്, ആലമുൽ അർവാഹാണ്, ആത്മാക്കളുടെ ലോകമാണ് എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആത്മാക്കളുടെ ലോകത്തുള്ളതാകുന്ന സർവ്വ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മഹാന്മാരുടെയും സച്ചരിതരുടെയും മുൻഗാമികളുടെയും പിൻഗാമികളുടെയും അടക്കം എല്ലാവരുടെയും മനുഷ്യരാശിയുടെയും ആത്മാവിനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അല്ലാഹു ചോദിക്കുകയാണ്, അലസ്തു ബിറബ്ബികും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ, പരിപാലകനല്ലയോ? ഖാലൂ ബലാ. ഉടനെ എല്ലാ ആത്മാക്കളും സമ്മതം മൂളിയത്രേ, അതേ റബ്ബേ, നീയാണ് പരിപാലകൻ. അന്ത റബ്ബുനാ വഇലാഹുനാ, നീയാണ് ഞങ്ങളുടെ പരിപാലകൻ, നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ, നീയാണ് സർവാധിപതി. അല്ലാഹ്, ഞങ്ങളിതാ അംഗീകരിച്ചു, അല്ലാഹ് സംതൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹ്, മനുഷ്യൻ അവന്റെ ഒന്നാം ഘട്ട ജീവിതമാകുന്ന ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ആത്മാക്കൾ ഇത് സമ്മതം മൂളിയതാണെന്ന് വിശുദ്ധമായ ഖുർആനാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിശ്വസിച്ചാൽ കാഫിറാകും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അങ്ങനെ ഒരു ലോകമുണ്ടായിരുന്നു. وَإِذَا أَخَذَ اللَّهُ مِيثَاقَ النَّبِيِّينَ لَمَا آتَيْتُكُم مِّن كِتَابٍ وَحِكْمَةٍ ثُمَّ جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أأقررتم وأخذتم على ذلكم مصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാക്കളുടെ ലോകമുണ്ടെന്നുള്ളത് ഒന്നുകൂടി സ്ഥിരീകരിക്കുകയാണ്. 1,24,000 അംബിയാ മുർസലീങ്ങളിൽ നിന്ന് പരിശുദ്ധ പ്രവാചകരാകുന്ന മുഹമ്മദ് നബി ഒഴികെയുള്ള 1,23,999 അംബിയാ മുർസലീങ്ങളുടെ ആത്മാവിനോടായി അല്ലാഹു കരാറിട്ടു അത്രേ. അവരോടായി അല്ലാഹു ഉടമ്പടി ചെയ്യുകയാണ്, അവരോടായി കരാറിടുകയാണ്. ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ, നിങ്ങൾ പരിശുദ്ധമായ ദീനനുസരിച്ചുകൊണ്ട് ദീനി ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോ, നിങ്ങളുടെ സമുദായത്തെ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോ, ثم جاءكم رسول مصدق لما معكم, എന്റെ ഹബീബാകുന്ന പരിശുദ്ധ പ്രവാചകനാകുന്ന മുഹമ്മദ് നബി നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നാൽ, നിങ്ങളുടെ കാലഘട്ടത്തിലേക്ക് കടന്നു വന്നാൽ, ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന, നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട്, അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ട് നിലകൊള്ളുകയില്ലയോ? ഹബീബായ നബി തങ്ങൾ ഒഴികെയുള്ള ബാക്കിയുള്ള സർവ്വ അംബിയാ മുർസലീങ്ങളോടായി അല്ലാഹു എടുത്ത ഉടമ്പടിയാണിതെന്ന് വിശുദ്ധമായ ഖുർആൻ. قال أأقررتم وأخذتم على ذلكم إصري
അല്ലാഹു അവരോടായി വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ ഈ കരാറിന് സമ്മതപത്രം ഓടുന്നുണ്ടോ? ഈ കരാറ് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഖാലൂ, ഉടനെ എല്ലാ അംബിയാ മുർസലീങ്ങളും പറഞ്ഞു അത്രേ, അഖറർനാ ഞങ്ങൾ സമ്മതിച്ചു അല്ലാ, ഞങ്ങൾ അംഗീകരിച്ചു അല്ലാ, ഞങ്ങൾ സംതൃപ്തിപ്പെട്ടു അല്ലാ, ഞങ്ങൾക്കൊരു പ്രശ്നമേ ഇല്ല അല്ലാ. ഞങ്ങൾ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മുഹമ്മദ് നബി എങ്ങാനും ഞങ്ങൾക്കടുക്കലേക്ക് വന്നാൽ ഞങ്ങളുടെ പ്രബോധനം നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ ഞങ്ങൾ അണിനിരന്നു കൊള്ളാം അല്ലാ. അഖറർനാ, ഞങ്ങൾ സമ്മതിച്ചു അല്ലാ, ഞങ്ങൾ ആ വിഷയം അംഗീകരിച്ചു അല്ലാ. ഈ സമ്മതത്തിന്റെ കരാർ പത്രം നടന്നതും ആലമുൽ അർവാഹിലാണ്, ഒന്നാം കാലഘട്ടത്തിലാണ്. അവിടെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ലോകമുണ്ട്, അത് വിശ്വസിക്കണം. അതിനായി പറഞ്ഞത്, നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഈ ലോകത്തിന് മുമ്പ് നമുക്കൊരു ജീവിതം ഉണ്ടായിരുന്നു എന്ന് അതായി പറയുന്നത്. അന്ന് ഈ ശരീരമൊന്നുമില്ല, പിന്നെന്തേ ഉള്ളൂ? നമ്മുടെ റൂഹ് മാത്രം, ആത്മാവ് മാത്രമേ ഉള്ളൂ. നമുക്കതിനെ പറ്റി അറിയില്ല. യസ്അലൂനക അനിർ റൂഹ്, യസ്അലൂനക അനിർ റൂഹ് ഖുൽ الروح من أمر ربي وما أوتيتم من العلم إلا قليلا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, നബിയേ നബിയേ, മക്കയിലെ മുശ്രിക്കുകളും മക്ക ജനങ്ങളും തങ്ങളോട് ആത്മാവിനെ പറ്റി ചോദിക്കുന്നു. നബിയേ, യസ്അലൂനക അനിർ റൂഹ്, ആത്മാവിനെ പറ്റി ജനങ്ങൾ തങ്ങളോട് ചോദിക്കും. നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, ആത്മാവിന്റെ കാര്യം അതെന്റെ റബ്ബിന്റെ കാര്യത്തിൽ പെട്ടതാണ്, അതിനെക്കുറിച്ച് കൂടുതലായി എനിക്കറിവില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉള്ള അറിവുകൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അൽ-അർവാഹു ജുനൂദുൻ മുജന്നദാ, ആത്മാവ് വ്യത്യസ്ത രൂപത്തിലാണ്, വ്യത്യസ്ത കോലത്തിലാണ്, വ്യത്യസ്ത സൈന്യങ്ങളാണ്. സഅബ ഫമൻ തഅറഫ മിൻഹാ യഖ്തലഫ വമാ തനാകറ മിൻഹാ യഖ്തലഫ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആത്മാക്കൾ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും കോലത്തിലുമാണ്. ഒന്നാം കാലഘട്ടമാകുന്ന ആലമുൽ അർവാഹിൽ ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടിയ ആത്മാക്കൾ അവർ ഈ ദുനിയാവാകുന്ന രണ്ടാം ഘട്ട ജീവിതത്തിൽ പരസ്പരം കണ്ടുമുട്ടുകയും സംവദിക്കുകയും ചെയ്യുമത്രേ. വമാ തനാകറ മിൻഹാ യഖ്തലഫാ, ഒന്നാം കാലഘട്ട ജീവിതത്തിൽ പരസ്പരം കണ്ടുമുട്ടാത്തവർ ഈ ദുനിയാവാകുന്ന രണ്ടാം ഘട്ട ജീവിതത്തിൽ പരസ്പരം കണ്ടുമുട്ടുകയോ സംവദിക്കുകയോ ചെയ്യുകയില്ല എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി എന്തായി പറഞ്ഞത്? ഒന്നാം കാലഘട്ട ജീവിതത്തിൽ പരസ്പരം കണ്ടുമുട്ടിയ ആത്മാവ് അവർ ഈ ദുനിയാവിൽ ശരീരത്തോടൊപ്പം കണ്ടുമുട്ടും. എന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും, മനസ്സിലാക്കിക്കോ. ആലമുൽ അർവാഹിൽ വെച്ച് ഇതേപോലെ ഒരു കൂടിക്കാഴ്ച കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ദുനിയാവിൽ കണ്ടുമുട്ടാൻ സാധിച്ചത്. അതാണ് നബി തങ്ങൾ പറഞ്ഞതിന്റെ ടോട്ടൽ വൽഹാസിൽ. അവിടെ വെച്ചുകൊണ്ട് ആത്മാക്കൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടാത്തവർ ഈ ദുനിയാവിൽ ഒരിക്കലും കണ്ടുമുട്ടൂല. നീ കണ്ടുമുട്ടാത്ത എത്ര ആളുകളുണ്ട്? ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാകും, ടിവിയിലൂടെ കണ്ടിട്ടുണ്ടാവും, വാർത്തയിലൂടെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നേരിട്ട് ഇതുവരെ കാണാത്ത എത്ര ആളുകളുണ്ടാവും, അല്ലേ? എന്തുകൊണ്ടാണ്? ആത്മാക്കൾ അവിടെ വെച്ചുകൊണ്ട് സംഗമിച്ചിട്ടില്ല. അവിടെ കണ്ടുമുട്ടിയവർ ഇവിടെ കണ്ടുമുട്ടും. അവിടെ എത്ര നാൾ ജീവിച്ചു? 1000 വർഷങ്ങളോളം ജീവിച്ചു. ശ്രദ്ധിക്കണേ, എൻ്റെ കൂടെ നിങ്ങൾ വരണം. ഞാനിങ്ങനെ കൊണ്ടുപോകാൻ നിങ്ങളെ ഒന്നാം ഘട്ട ജീവിതത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ. ശ്രദ്ധിക്കുക.
അപ്പൊ ഒന്നാം ഘട്ട ജീവിതം ഉണ്ടായിരുന്നു. അതിനാണ് ഈ പറഞ്ഞത് ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം. അത് കഴിഞ്ഞുപോയി, വിശദീകരിക്കാനുണ്ട്, അത് മാത്രം പറയാനുണ്ട്. സമയം പോകും, അതുകൊണ്ടാണ്. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഒന്നാം കാലഘട്ട ജീവിതം അത് കഴിഞ്ഞ് നമ്മളിപ്പോ നേരെ ഉമ്മയുടെ ഉദരത്തിലൂടെ ഇവിടെ എത്തിയിരിക്കാൻ ദുന്യാവാകുന്ന ഈ ബർഹത്തായ ലോകത്തേക്ക് നമ്മളെ അള്ളാഹു കൊണ്ടുവന്നു. ഇത് നമ്മുടെ രണ്ടാം ഘട്ട ജീവിതമാണ്. ശ്രദ്ധിക്കണേ, ഇവിടെ ശ്രദ്ധിക്കും, ഇങ്ങോട്ട് നോക്ക്. ബക്കറ്റ് കഴിഞ്ഞാൽ റാഹത്തോ ബക്കറ്റൊന്നും കൊണ്ടുവന്നോളൂ ഇൻഷാ അല്ലാഹ്. ഇവർക്കൊക്കെ ഒരു റാഹത്തുണ്ടാവും. ഈ ബക്കറ്റിലോട്ട് പൈസ ഇടാത്തതുകൊണ്ടാണ് ചിലർക്കൊരു മാനസികമായിട്ടൊരു വിഷമം. ഹാജിയാക്കന്മാർ അല്ലേ? ഇല്ലേ ഇല്ലേ, അങ്ങനെയില്ലേ? ഉണ്ട്, എനിക്കറിയാലോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബക്കറ്റിലോട്ട് പൈസ അങ്ങ് കൊടുത്താൽ അവർക്ക് ആ റാഹത്താവും. പിന്നെ ലാസ്റ്റ് വല്ല 10,000 20,000 എത്ര വേണമെങ്കിലും തരും. എൻ്റെ പൊന്നുസ്താദെ അത് പറയുമ്പോൾ ഇപ്പോഴേ എഴുന്നേക്കും. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ, കാരണം എഴുന്നേറ്റ് പോകല്ലേ, അവിടെ ഇരിക്കല്ലേ. കുറച്ച് നമുക്ക് ദീനിയായി സംസാരിക്കും. കൊണ്ടുപോകാം. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. അള്ളാഹു നമ്മുടെ സദക്കകളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും നല്ല രീതിയിൽ സദക്ക കൊടുക്കും. അള്ളാഹു നമ്മുടെ സദക്കകളെ സ്വീകരിക്കട്ടെ. ആമീൻ പറ, ഉറക്കെ ആമീൻ പറ. ഒച്ചയില്ലല്ലോ. ആമീൻ. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഈ നൽകുന്ന സ്വതക്ക നീ കബൂലാക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലുപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള സർവ്വ നിഅമത്തുകളും നിലനിർത്തണേ അല്ലാ. അത് വിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ലാ. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട് കാക്കണേ അല്ലാ. അസൂയാലുക്കളുടെ അസൂയത്തൊട്ട് കാക്കണേ അല്ലാ. മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് നീ പരിപൂർണമായ കാവൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സർവ്വ സിഹറുകളും നീ ബാത്തിലാക്കി തരണേ അല്ലാ. മരണപ്പെട്ടു പോയവരുടെ ദറജ ഉയർത്തണേ അല്ലാ. അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. ഞങ്ങളെയും അവരെയും സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. രണ്ടാം ഘട്ട ജീവിതത്തിലേക്ക് നമ്മൾ ഇപ്പോൾ വന്നു. ഇത് ഭൗതികമായ ലോകം. ഇവിടെ നമ്മുടെ ആയുസ് എത്രയാണ്? ഇവിടെ എത്ര ആയുസ്? 60-ന്റെയും 70-ന്റെയും ഇടയിൽ സയ്യിദുനാ റസൂലുള്ളാഹി. ഒന്നാം കാലഘട്ടത്തിൽ ആയുസ് എത്രയാണ്? 1000-ഓളം വർഷം അവിടെ ജീവിച്ചതാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70, മാ ബൈന 60 വ 70. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സഹാബ എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. വളരെ കുറഞ്ഞ ആയുസ്. ഇപ്പൊ എത്ര വയസ്സായി ചിന്തിക്ക്. പറയണ്ട, ഒരുപക്ഷെ പറയുമ്പോ 10 വയസ്സ് കുറച്ചായിരിക്കും പറയുന്നത്. അത് പുറത്തു പറയണ്ട. നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടായിക്കോട്ടെ. എത്ര വയസ്സായി? ഈ പറഞ്ഞ ഒരു ആയുസ്സിലേക്ക്, നബി പറഞ്ഞ ആയുസ്സിലേക്ക് ഇനി എത്രയുണ്ട് ചിന്തിക്ക്. നിന്റെ സമ്പത്ത് അതിന്റെ ഓടൊപ്പമുണ്ട്. നീ എന്ത് ചെയ്ത്? പാവങ്ങളുടെ കണ്ണീരൊപ്പിയോ, നിരാലംബര കവലംബമായോ, നിരാശരർക്ക് ആശ്രയത്വം കൊടുത്തോ, അല്ലാഹുവിന്റെ പള്ളിക്കോ മദ്രസയ്ക്കോ ദീനി സ്ഥാപനങ്ങൾക്കോ ഏതെങ്കിലും നിലയ്ക്ക് സഹായിയായി നീ വർത്തിച്ചിട്ടുണ്ടോ? നിന്റെ സമ്പത്ത് കൊണ്ട് ഇവിടെ ആർക്കാണ് ഗുണം ലഭിച്ചിട്ടുള്ളത്? നീ ഒന്ന് ചിന്തിക്കും. നിന്റെ ആയുസ് തീരാൻ പോവാൻ, മരണത്തിലേക്ക് നീ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ നീ മരിക്കും. ആ ചിന്ത ഓരോ സഹോദര സഹോദരിമാരുടെയും ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലയോ, ഈ ദുനിയാവിന്റെ പിറകെ പോകല്ലേ സഹാബ, ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖദറാ. ഈ ദുനിയാവ് മാധുര്യമുള്ളതാണ്, മധുരിക്കുന്നതാണ്. ദുനിയാവെന്ന് പറയുന്നത് ഹരിതാപമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി.
ഫഇന്നല്ലാഹ മുസ്തഖലിഫകും ഫീഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ മനുഷ്യരെ നിങ്ങളെ അല്ലാഹു പ്രതിനിധികളാക്കിയിരിക്കുകയാണ്. ഫയൻദുറ കൈഫ തഅമലൂൻ. ഈ ദുനിയാവിലേക്ക് അല്ലാഹു നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് അവന്റെ പ്രതിനിധികളായിട്ടാണ്, അവന്റെ ഖലീഫയായിട്ടാണ്, പ്രതിനിധികളായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിലേക്ക് റബ്ബ് നിങ്ങളെ നിയോഗിക്കുന്നത് അവൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഈ ദുനിയാവിൽ എന്താണ് പ്രവർത്തിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ്. ഫത്തഖു ദുനിയാ ഫത്തഖു ദുനിയാ വത്തഖു നിസാ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാ, ഈ ദുനിയാവിനെ ഒന്ന് സൂക്ഷിക്കണേ സ്വഹാബാ. ഈ ദുനിയാവിന്റെ അലസതയിൽ നീ മുഴുകി പോകരുതേ സ്വഹാബാ. മനുഷ്യ മാനവ, ഈ ദുനിയാവിലേക്ക് അല്ലാഹുവിന്റെ പ്രതിനിധികളായി നിന്നെ നിയോഗിച്ചു. അല്ലാഹു നിനക്ക് എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി. ഈ ദുനിയാവ് നിനക്ക് പാകപ്പെടുത്തി നൽകി. ഈ ദുനിയാവിൽ നീ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ച് അല്ലാഹുവിനെ മറന്ന് ജീവിക്കല്ലേ, ജീവിക്കല്ലേ. ഫയൻദുറ കൈഫ തഅമലൂൻ. നീ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഏത് രീതിയിലാണ് നടക്കുന്നത്, ഏത് രീതിയിലാണ് ഇരിക്കുന്നത്, ഏത് രീതിയിലാണ് കിടക്കുന്നത്, എങ്ങനെയാണ് നിസ്കരിക്കുന്നത്, ഏത് രീതിയിലാണ് നോമ്പ് നോൽക്കുന്നത്, നീ സക്കാത്ത് കൊടുക്കുന്നുണ്ടോ, നീ പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നുണ്ടോ, നീ നിരാലംബര കവലമാകുന്നുണ്ടോ, നീ നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കുന്നുണ്ടോ, നീ പാവങ്ങളുടെ കണ്ണീരപ്പാൻ നിന്റെ സമ്പത്ത് നീ ചെലവഴിക്കുന്നുണ്ടോ, അള്ളാന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാകുന്നുണ്ടോ, അവന്റെ മദ്രസയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി നിന്റെ സമ്പത്ത് ചെലവഴിക്കാൻ നീ തയ്യാറാകുന്നുണ്ടോ? ഫയൻദുറ കൈഫ തഅമലൂൻ. റബ്ബ് നോക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരാ സഹോദരി, നിന്റെ ഓരോ അനക്കവും അടക്കവും റബ്ബ് പരിപൂർണമായി വീക്ഷിക്കുകയാണ്, വീക്ഷിക്കുകയാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പെങ്ങളെ, എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും അവരവരുടെ പ്രവർത്തന മേഖലയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി സദാസമയം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫത്തഖു ദുനിയാ, ഈ ദുനിയാവിനെ സൂക്ഷിക്കണേ. ഈ ദുനിയാവിന്റെ പളപളപ്പ് കണ്ടുകൊണ്ട് പെട്ടുപോകരുതേ, പെട്ടുപോകരുതേ. ഈ ദുനിയാവിന്റെ ആലസ്യതയിൽ നീ മുഴുകി ജീവിക്കരുതേ, ജീവിക്കരുതേ. വത്തഖുൻ നിസാ, ഈ ദുനിയാവിൽ നിന്നെ പിഴപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് സുന്ദരികളാകുന്ന സഹോദരിമാരാണ്. അവരുടെ പിറകെ പോയി ഈ ദുനിയാവ് നിങ്ങൾ പെട്ടുപോകരുതേ, ആഖിറത്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുതേ എന്ന് ഹബീബായ റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനം എത്ര കൃത്യമാണ്, കൃത്യമാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ ഏതെല്ലാം പരസ്യങ്ങളുടെ പേരുകൾ വന്നാലും, ഏതെല്ലാം ബ്രാൻഡുകളാകുന്ന പരസ്യങ്ങൾ വന്നാലും സ്ത്രീകളുടെ കടന്നുകയറ്റം വല്ലാതെ കൂടിപ്പോയ കാലഘട്ടമല്ലയോ? ഏതെല്ലാം വസ്ത്രവിധത്തിന്റെ ആകട്ടെ, ജ്വല്ലറികളുടെ പരസ്യമാകട്ടെ, അതിലെല്ലാം ഏറ്റവും കൂടുതൽ നിഴലിക്കുന്നത് സഹോദരിമാരുടെ നഗ്നമായ ചിത്രങ്ങളല്ലയോ? പരസ്യമായ ബോർഡുകൾ ഓരോ റോഡുകളിലും ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയല്ലയോ? വീട്ടിലേക്ക് വരുത്തുന്ന പത്രത്തിന്റെ താളുകളിൽ നിറഞ്ഞു നിൽക്കുകയല്ലയോ, നിറഞ്ഞു നിൽക്കുകയല്ലയോ? ഫത്തഖുൻ നിസാ, പെണ്ണിൻ്റെതാകുന്ന ശരീരത്തിന്റെ ആകാര സൗഷ്ഠവും അംഗലാവണ്യവും കണ്ടിട്ട് നീ മതിമറന്നു പോകരുതേ. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞപ്പോൾ ആ ഭാര്യയെ മറന്നുകൊണ്ട് മറ്റൊരു സ്ത്രീയെ പ്രണയിക്കാൻ ചെറുപ്പക്കാരാ നീ തുനിയരുതേ, തുനിയരുതേ. വത്തഖുൻ നിസാ, പെണ്ണിനെ നീ ഒന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഹദീസും ആയത്തൊക്കെ എത്രയാണ് ഓതിയാ തീരോ?
ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ദുനിയാവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് കാണാം. ശ്രദ്ധിക്കണേ, അല്ലാഹു നമുക്ക് നാഫിയ ഇൽമ നൽകട്ടെ. വേഗം നിർത്താൻ അധികം ഒന്നും പോവില്ല, നിങ്ങൾ അധികം വിഷമിക്കണ്ട. ചിലർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട്, എഴുന്നേക്കുന്നുണ്ടോ? വേഗം നിർത്താം കേട്ടോ. എനിക്ക് നിങ്ങളെയൊക്കെ ധൃതിയാണ്. എനിക്ക് നാളെ കർണാടകയിലാണ്, BC റോഡിൽ. അവിടം വരെ ഇനി എത്തണം. രാവിലെ സുബൈക്ക് ശേഷം റൂഹെ ബയാൻ മജ്ലിസിന്റെ ലൈവ് ഉണ്ട്. ഇവിടുന്ന് 5 മണിക്കൂർ അനുസരിച്ച് ചെറുവത്തൂർ ഒരിടത്ത് പോയിട്ട് അവിടുന്ന് സുബൈ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് വേണം കർണാടകയ്ക്ക് പോയി. അതുകൊണ്ട് നിങ്ങളെയൊക്കെ വേഗം നിർത്തിയാൽ കൊള്ളാന്നുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്നതനുസരിച്ച് ഇൻഷാ അല്ലാഹ് എന്ന് പറയും. എത്ര നേരം വേണം പറയും, 4-5 മണിക്കൂർ പറയുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഇരുന്നാൽ മതി. അല്ലാഹു നാഫിയ ഇൽമ നൽകട്ടെ. ഇന്നിപ്പോൾ അസറിന് ശേഷം OMS തങ്ങളുടെ വീട്ടിൽ മജ്ലിസ് നൂർ ഉണ്ടായിരുന്നു. അവിടെ 1.5 മണിക്കൂർ വാഴ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ മജ്ലിസിലോട്ട് വന്നിട്ടുള്ളത്. മഗ്‌രിബ് വരെ അവിടെയായിരുന്നു, കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എത്തിയത്. അവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമ നൽകട്ടെ. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖളറാ, ഇന്ന ദുനിയാ മസലു ദുനിയാ കമസലിൻ നിസാ. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ദുനിയാവിന്റെ ഉദാഹരണം ഒരു പെണ്ണിനെ പോലെയാണ്. തസ്തമീലുൻ നാസ ബിജമാലിഹാ, അതിസുന്ദരിയായ പെണ്ണാണ്. കുലീന തറവാട്ടിൽപ്പെട്ട പെണ്ണിനെ പോലെയാണ് ദുനിയാവെന്ന് പറയുന്നത്. സുന്ദരിയായ സുമുഖിയായ പെണ്ണിനെ പോലെയത്രേ. ദുനിയാവെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിപ്പിച്ചു തരാം. ശ്രദ്ധിക്കുക, ദുനിയാവിൽ പെട്ടുപോകരുത്. ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ രേഖപ്പെടുത്തിയതാണ്. കാദൽ ഇഹ്യാഉ യകൂന ഖുർആന, പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഖുർആനിനോളം കടപിടിക്കും അതിൻ്റെതാകുന്ന തത്വജ്ഞാനങ്ങൾ. അത്രത്തോളം ഉന്നതമായ സൂഫി ഗ്രന്ഥമാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ. ഗസാലി ഇമാം തങ്ങൾ 5-ാം നൂറ്റാണ്ടുകാരനാണ്. അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. അവരുടെ മദദ് അല്ലാഹു നമുക്ക് ഈ സദസ്സിൽ നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം പറയാൻ, ദുനിയാവെന്ന് പറഞ്ഞാൽ അതിസുന്ദരിയായ ഒരു പെണ്ണിനെ പോലെയാണ്. അതിസുന്ദരിയായ കുലീന തറവാട്ടിൽപ്പെട്ട പെണ്ണിനെ പോലെയാണ് ദുനിയാവ്. പക്ഷെ അവൾക്കൊരു ദൂഷ്യമുണ്ട്. അവൾക്ക് രഹസ്യമായ, ആരോരും അറിയാത്ത വലിയൊരു മാറാവ്യാധിയുണ്ട്. അവൾ എയ്ഡ്സ് ബാധിതയാണ്. ഉദാഹരിക്കുമ്പോ അങ്ങനെ പറയാം, മഹാമാരി പിടിപെട്ടിരിക്കുക, അവൾ മരിക്കും ഉറപ്പാണ്. എയ്ഡ്സ് ബാധിതയായ അതിസുന്ദരിയായ പെണ്ണ്, സുന്ദരിയാണ്, നല്ല തറവാട്ടിലുള്ള പെണ്ണാണ്. പക്ഷെ എന്തുണ്ട്, അവൾക്ക് മാരകമായ രോഗമുണ്ട്. തങ്ങൾ വീണ്ടും പറയുകയാണ്, സുന്ദരിയായ സുമുഖിയാകുന്ന ആ പെണ്ണ് എയ്ഡ്സ് ബാധിതയാണ്. അവളുമായി ആരെങ്കിലും ബന്ധപ്പെട്ടാൽ തീർച്ചയായും അവനെ കൂടി അസുഖം പടരുന്നതാണ്, അവനും നശിക്കാൻ കാരണമായി തീരുന്നതാണ്. ആ പെണ്ണുമായി ഇഴുകിച്ചേരുന്ന ഏതൊരു ചെറുപ്പക്കാരനുണ്ടോ, ഏതൊരു യുവാവുണ്ടോ, ഏതൊരു സഹോദരനുണ്ടോ, ഏതൊരു മനുഷ്യനുണ്ടോ, അവനും ആ രോഗം വരും, അവനും തീർച്ചയായും നശിക്കാൻ കാരണമായി തീരുന്നതാണ്. ഇതാണ് ദുനിയാവെന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ, ഈ ദുനിയാവിന്റെ ഹരിതാപമാകുന്ന പ്രദേശങ്ങൾ, ഈ ദുനിയാവിലെ പാർക്കുകൾ, ഈ ദുനിയാവിലെ മാളുകൾ, ഈ ദുനിയാവിലെ ബീച്ച് റോഡുകൾ, ഈ ദുനിയാവിലെ ബീച്ചുകൾ, ഈ ദുനിയാവിലെ നിരത്തുകൾ, ഈ ദുനിയാവിലെ ആസ്വാദനത്തിന്റെ തലങ്ങൾ എല്ലാം കണ്ടിട്ട് മനുഷ്യ, നീ അതിലേക്ക് കൺകുളിർക്കെ കണ്ടുകൊണ്ട് മതിമറന്നുകൊണ്ട് ഉല്ലസിച്ചുകൊണ്ട് അതിലേക്ക് പോകരുതേ. അതിൽ ചെന്നാൽ നിന്നെ നശിപ്പിക്കും ഈ ദുനിയാവ്. ദുനിയാവിന്റെ പിറകെ പോകരുതേ. അതിന്റെ പുറകെ പോകാൻ പാടില്ല. എന്നിട്ട് ഗസാലി ഇമാം തങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്, വിശദീകരിച്ചിട്ട് ലാസ്റ്റ് എൻഡ് ഇങ്ങനെയാണ് നിർത്തുന്നത്. ദുനിയാവെന്ന് പറഞ്ഞാൽ ഇതാ മക്കളെ, ഇതാണ് ദുനിയാവ്. അദ്ദേഹം പറയാം,
മത്താഅത്തുൻ മക്കാറത്തുൻ ത്വയ്യാറത്തുൻ ഫറാറാ. ദുനിയാവെന്ന് പറഞ്ഞാൽ അത് ചതിക്കുന്നവളാണ്, ചതിക്കുന്നവളാണ്. നിനക്കൊരു വിപത്തുണ്ടാകുമ്പോ നിന്നെ രക്ഷപ്പെടുത്താൻ ഉണ്ടാവുകയില്ല. നിനക്ക് മരണം വന്നാൽ നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ദുനിയാവുണ്ടാവുകയില്ല. വഹിയ മക്കാറത്തുൻ, ചതിക്കുന്നതാണ് ദുനിയാവ്, ചതി പ്രയോഗിക്കുന്നതാണ്. വഹിയ ത്വയ്യാറത്തുൻ ഫറാറാ. നിനക്കെന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുമ്പോ, നിനക്ക് ഖബറിൽ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോ, നിന്നോട് മുൻകരണക്കീര ചോദ്യങ്ങൾ ചോദിക്കുമ്പോ, നിന്നോട് റഹ്മാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ പറയുമ്പോ, നിന്നെ മഹ്ശറയിലേക്ക് തളിക്കപ്പെടുമ്പോൾ, അവിടെ കൊണ്ടുവന്ന് വിചാരണ നടത്തപ്പെടുമ്പോൾ, ആ വിചാരണയിൽ നിന്റെ അമലുകൾ കുറഞ്ഞതായി കാണപ്പെടുമ്പോൾ, നിന്റെ നിസ്കാരം, നിന്റെ നോമ്പ്, നിന്റെ സക്കാത്ത്, നിന്റെ ഹജ്ജ് എല്ലാത്തിലും പോരായ്മകളായി കടന്നു വരുമ്പോൾ നിന്നെ രക്ഷിക്കാൻ ഈ ദുനിയാവ് ഉണ്ടാവുകയില്ല. വഹിയ ത്വയ്യാറത്തുൻ ഫറാറാ. നിന്നെ വിട്ടുകൊണ്ടോടുന്നതാണ്, പറന്നകലുന്നതാണ്. നിനക്ക് രക്ഷകനായി ദുനിയാവ് ഉണ്ടാവുകയില്ല എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് ദുനിയാവിന്റെ പിറകെ പോകണ്ട, ദുനിയാവിന്റെ പിറകെ പോകണ്ട. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാം, ഫുലൂസ്, ആ ചിന്ത അത് ഒഴിവാക്കാം. കയ്യിലോട്ട് ഇങ്ങോട്ട് കിട്ടുക, ഇങ്ങോട്ട് കിട്ടുക, അങ്ങോട്ട് കൊടുക്കുന്നതിനെ കുറിച്ച് ഒരിക്കലും ഇല്ല. ഇങ്ങോട്ട് എത്ര കിട്ടിയാലും റാഹത്ത്. അദ്ദുനിയാ ജീഫത്തുൻ വത്വാലിബുഹാ കിലാബ്. ദുനിയാവ് ശവമാണ്, ദുനിയാവ് ശവമാണ് സാബ. അതിനെ തേടുന്നവൻ നായയാണ്. കാരണം ശവത്തെ തിന്നുന്നത് നായയല്ലയോ. ആ ദുനിയാവിന്റെ പിറകെ പോകല്ലേ. ദുനിയാവ് ശവമാണ് സാബ, അതിനെ തേടുന്നവൻ നായയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, ലതഅതിയന്നകും ബഅദി ദുനിയായ തഅകുലു ഈമാനകും കമാ തഅകുലു നാറുൽ ഹതബാ. എത്ര ഉദാഹരണങ്ങളാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയത്. ലതഅതിയന്നകും ബഅദി ദുനിയാ, എനിക്ക് ശേഷം ദുനിയാവ് നിങ്ങൾക്ക് വരും. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അത്രത്തോളം നിങ്ങൾക്ക് കടന്നു വരൂല. ലതഅതിയന്നകും ബഅദി ദുനിയാ, എനിക്ക് ശേഷം നിങ്ങൾക്ക് ദുനിയാവ് കടന്നു വരും. സ്വഹാബാ തഅകുലു ഈമാനകും, ആ ദുനിയാവ് നിങ്ങളുടെ വിശ്വാസത്തെ കാർന്ന് തിന്നുന്നതാകും. ഏതുപോലെ റസൂലുള്ളാഹി ഉദാഹരണം പറഞ്ഞു, കമാ തഅകുലുൻ നാറു അൽ ഹതബ, തീ വിറകിനെ തിന്നുന്നത് പോലെ നിങ്ങളുടെ വിശ്വാസത്തെ പരിപൂർണമായി ഭുജിച്ചു കളയുമേ, പരിപൂർണമായി ഇല്ലാതാക്കി കളയുമേ ദുനിയാവിന്റെ ചിന്തയെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ഈ ഉമ്മത്തിനെ അത് ബാധിച്ചില്ലേ? ഈ ഉമ്മത്തിനെ ബാധിച്ചില്ലേ? ഈ ഓടുന്നതും ഈ നെട്ടോട്ടം ഓടുന്നതും കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കിയാലും മതി മറന്നുകൊണ്ട് വീണ്ടും അവൻ ആനന്ദിക്കുന്നതും വീണ്ടും ഓടുന്നതും ഒരുമിച്ച് കൂട്ടുന്നതും ഒക്കെ എന്തിനു വേണ്ടിയാ? ഇതിനു വേണ്ടി ഏതെങ്കിലും പള്ളി പണിയാനോ മദ്രസ പണിയാനോ ദീനി സ്ഥാപനങ്ങൾക്കോ അല്ലാണോ? 10 പാവപ്പെട്ടവർക്കെല്ലാം കൊടുക്കുവോ? ഒന്നുമില്ല, ഒരുമിച്ച് കൂട്ടി വെക്കാൻ. ദുനിയാവിന്റെ പിറകെ ഓടുകയാണ് മനുഷ്യൻ, ഇങ്ങനെ ഓടുകയാണ്, മരണം വരെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ അറിയുന്നില്ല തൊട്ടുപിറകെ മരണമുണ്ട്. നിന്റെ ചെരുപ്പിന്റെ വാറ് എത്രമാത്രം നിന്റെ കാലിനോട് അടുത്ത് കിടക്കുന്നോ അതിനേക്കാൾ കൂടുതൽ നിന്നോട് മരണം അടുത്തിരിക്കുന്നെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? എത്ര പത്രം വായിച്ചു? പത്രത്തിന്റെ ഒരു പേജ് തന്നെ പരിപൂർണമായി ചരമത്തിന്റെ കോളമാണ്, മരണവാർത്തയാണ്. ചിന്തിക്കണം. ഡെയിലി വരികയാണ് പത്രം. 7-8 രൂപ കൊടുത്തിട്ട് വളർത്തുന്നതാകുന്ന വായിക്കുന്ന പത്രത്തിൽ ഒരു പേജ് നിറച്ച് മരണത്തെക്കുറിച്ചുള്ള വാർത്തയാണ്. എന്നിട്ടും നീ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ചിലപ്പോൾ ഫ്രണ്ട് പേജിലുണ്ടാവും അപകട മരണത്തിന്റെ വേറെ വാർത്ത. കാരണം അത്രമേൽ പ്രധാനമാണ് മരണം. ഈ ദുനിയാവ് വിട്ടുകൊണ്ട് നീ പോകും അടുത്ത ഒരു ലോകത്തേക്ക് എന്ന ചിന്ത നിന്റെ ഹൃദയത്തിൽ തരുകയാണ്. നിന്റെ ഹൃദയത്തിൽ അത് ഇല്ലാതെ പോയി, നഷ്ടപ്പെട്ടു പോയി, നീ മറന്നുപോയി.
ഓർക്കുന്നില്ല. സ്വന്തം വാപ്പയെ കൊണ്ടുപോയി ഖബറടക്കുമ്പോഴും നീ ചിന്തിക്കുന്നില്ല, ഈ ഖബറിലേക്ക് അടുത്ത സെക്കൻഡിൽ എന്നെ കൊണ്ടുവന്ന് ഇറക്കി വെക്കുമെന്നുള്ള ബോധം ഈ ഉമ്മത്തിന്റെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അവിടെയാണ് പ്രശ്നം. ആ ബോധം നമുക്കുണ്ട് എങ്കിൽ സദഖ കൊടുക്കാൻ മടിക്കൂല. മരിക്കുമെന്നുള്ള ചിന്തയുണ്ട് എങ്കിൽ ഞാൻ ഈ ഒരുമിച്ച് കൂട്ടിയതൊന്നും ഖബറിലേക്ക് കൊണ്ടുപോകില്ല എന്ന ദൃഢനിശ്ചയം മുഅ്മിനിനുണ്ട് എങ്കിൽ അവൻ സദഖ കൊടുക്കാൻ മടിക്കൂല. ഉറപ്പാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ ഞങ്ങളെ നീ സാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. ഏതൊക്കെ നന്മകളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ദുനിയാവിൽ, എന്തൊക്കെ നന്മകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ദുനിയാവിൽ ഒന്ന് ചിന്തിക്കണേ. എത്ര നന്മ ചെയ്തിട്ടുണ്ട് നമ്മൾ മുഖേന. ഒരു 10 പേരുടെ കുടുംബത്തിന് മാന്യമായ ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉമർ അലി ശിഹാബ് തങ്ങൾ വഫാത്തായി. ബഹുമാനപ്പെട്ടവർ വഫാത്തായി കഴിഞ്ഞപ്പോ വീട്ടുമുറ്റത്ത് കുറെ കുടുംബങ്ങൾ വന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. മരിച്ചുപോയതിനെ ഓർത്തുകൊണ്ട് ദുഃഖിക്കുന്നു അവർ അമുസ്ലിം സഹോദരങ്ങളാണ്. ചോദിച്ചുപോയി എന്തേ കാരണം? അപ്പോഴാണ് പറഞ്ഞത്, 10ഓളം വരുന്ന കുടുംബങ്ങൾക്ക് ആരോരും അറിയാതെ രഹസ്യമായി കൃത്യമായി അവരുടെ ചെലവുകൾ നോക്കി നടത്തിയിരുന്നത് ബഹുമാനപ്പെട്ട മർഹൂം ഉമർ അലി ശിഹാബ് തങ്ങളായിരുന്നു. അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. നമ്മൾ ഒരു കുടുംബത്തിന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുഖേന ഒരു കുടുംബം മാന്യമായ രീതിയിൽ ഭക്ഷണം കഴിച്ചു പോകുന്ന ഒരു കുടുംബമുണ്ടോ? ഉള്ള കഞ്ഞുകൂടി മുട്ടിക്കുക എന്നതിന് വേണ്ടി പ്രയത്നം നമ്മൾ നടത്തിയിട്ടുണ്ടാവും. ഉള്ള കഞ്ഞുകൂടി മുട്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ നടത്തിയിട്ടുണ്ടാവും. കേസിൽ കൊടുക്കുക, അവരുമായിട്ട് വഴക്കടിക്കുക, പോരടിക്കുക, വിഷയങ്ങൾ അതെല്ലാം മുൻപന്തിയിൽ. ചെറിയ അരച്ചാണ് വഴിയുടെ വിഷയത്തിൽ വഴക്കടിക്കുന്നവർ. വലിയ തക്വയാണ്. 10 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. മലപ്പുറത്ത് അറിയപ്പെട്ട ഹാജിയാരാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ മുണ്ട് മടക്കി കുത്തി കേട്ടു, ബ്ലാക്ക് ബെൽറ്റ്, കുൻഫു, കരാട്ട, ഏത് ഐറ്റം വേണമെങ്കിലും എടുക്കും. മുണ്ട് മടക്കി കുത്തി ഇറങ്ങാൻ കുടവയറും വെച്ച് വരും. എന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ അവൻ്റെ 2 ഇടിയും വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു കയറി വരികയും ചെയ്യും. കഴിഞ്ഞ് ഇറക്കം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം എല്ലാം സലാമത്താക്കും. ഉള്ള ഇടിയും വാങ്ങിച്ച് ഹാജിയാർ പെരയ്ക്കകത്ത്. ഇതല്ലേ സമൂഹത്തിൽ നടക്കുന്നത്? അരച്ചാണോ ഉള്ളൂ വഴിയുടെ വിഷയം. അവന്റെ വണ്ടി കൊണ്ടൊന്ന് വളഞ്ഞു പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ മതി. പ്രശ്നം കഴിഞ്ഞ് പിടിച്ചു വെക്കുക. അവരൊക്കെ വേണം നമുക്ക്. ദുന്യാവ് ഒക്കെ കെട്ടിപ്പിടിച്ചു വെക്കുക. എവിടെ പോകുന്നു ഈ ഉമ്മത്ത്? കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും ഉത്തമ സമുദായമെന്ന് വിശുദ്ധമായ ഖുർആൻ വിശേഷിപ്പിച്ചെടുത്തെന്ന് ഈ സമൂഹം എവിടെയെത്തി? സ്ത്രീകളൊക്കെ വിളിക്കുന്ന ചീത്ത സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ കാത് പൊത്തി നിൽക്കണം. പെണ്ണുങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. മടല് കൊണ്ടടിക്കും. കിട്ടുന്നതാകുന്ന സാധനങ്ങളൊക്കെ എടുത്ത് അടിയാ. ഭയങ്കര അടി. വൈകിട്ടായി കഴിഞ്ഞാലോ ഓതിയിട്ട് എഴുന്നേക്കോളൂ. ഭയങ്കര 11 വിത്തറ്, തഹജ്ജുദ് ഒക്കെ ഉണ്ട്. ആയിരിക്കുന്ന സാധനം കൊണ്ട് കേട്ട് കഴിഞ്ഞാൽ വടച്ചവനെ കുൽഹുവല്ലാഹ് ഒരു ദിവസത്തേക്ക് മാറി ഇന്ന് വണങ്ങും. അതുപോലത്തെ അവസ്ഥയാണ്. അങ്ങനത്തെ ചീത്തവിളി ഇതൊക്കെ ഇവിടെ സമൂഹത്തിലുള്ളതാണ്. സഹോദരിമാരൊക്കെ ഉള്ളതാണ്. ആരാണ് എവിടെയാണ് എത്തിയത്? ഈ നാവ് കൊണ്ട് ഫനായും ഫസാദും പറഞ്ഞവരില്ലേ? അനാവശ്യമായ വർത്തമാനങ്ങൾ സമൂഹത്തിൽ പറഞ്ഞവരില്ലേ? മറ്റുള്ളവരെ സമൂഹത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് താറടിച്ചുകൊണ്ട് സംസാരിച്ചവരില്ലേ? പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി കടന്നു വന്നിട്ട് ജമാഅത്തുകൾ കഴിഞ്ഞ് പള്ളിയുടെ വരാന്തയിൽ വെച്ചുകൊണ്ട് തന്നെ പാവപ്പെട്ട ഉസ്താദുമാരുടെ, വാല്യമീങ്ങളുടെ, മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ, നാട്ടിലുള്ള പാവപ്പെട്ട സഹോദരിമാരുടെ പച്ച മാംസം തിന്നവരില്ലേ? പള്ളി നിസ്കരിച്ചിട്ട് ആചാര്യ പുറത്തോട്ട് ഇറങ്ങിയിരുന്നിട്ട് ഫസാദ് ഏത് ഐറ്റം വേണമെങ്കിലും അത്താനം പറയാം. എവിടെയാണ് ഈ ഉമ്മത്തിന്റെ അവസ്ഥ? എന്ത് അമലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? 2 റക്അത്ത് നിസ്കാരം പോലും പടച്ചറബിന് വേണ്ട വിധത്തിൽ ചെയ്യാൻ സൗഭാഗ്യം ലഭിക്കാത്തവരായി നമ്മൾ എത്തിയില്ലേ? 2 റക്അത്ത് കറക്റ്റായി ഒതുവെടുത്ത് അതിന്റെ ഷർത്തും ഫർളുകളും സുന്നത്തുകളും മേളിച്ചുകൊണ്ട് ഞാൻ ഒതുവെടുത്ത് 60ഓളം സുന്നത്തുകളുണ്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ ഒതുവെടുക്കുമ്പോൾ. ആ സുന്നത്തുകളൊക്കെ മേളിച്ചിട്ടാണ് ഞാൻ ഒതുവെടുത്തത് എന്ന് പറയാൻ ആർക്കാണ് ഇവിടെ സാധിക്കുക? നമ്മുടെ ഒതു എവിടെ നിൽക്കുന്നു? നമ്മുടെ നിസ്കാരം എവിടെ നിൽക്കുന്നു?
ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് എല്ലാം തികഞ്ഞ അർത്ഥത്തിൽ വലിയ ആളാണ്, വലിയ വായിൽ വർത്തമാനമാണ്. ഫനായി ഫസാദും പറയുന്നതിൽ നമ്പർ 1 ആണ്. ചിലര് രാവിലെ സുബൈക്ക് പള്ളിയിൽ തന്നെ പോകുന്നത് തോന്നിപ്പോകാറുണ്ട്. സുബൈ കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ചായക്കടയിൽ ചെന്നിരുന്നിട്ട് ഈ ഫന പറയാനാണ്. ഇയാളെ എഴുന്നേറ്റ് പോകുന്നത് തന്നെ അതിനാണ്. കാരണം സുബൈ കഴിഞ്ഞാൽ ഉടനെ ചെരുപ്പിട്ടിട്ട് ഓടുക, വേഗം പോകണം. കടയിൽ പോയിരുന്നിട്ട് തുടങ്ങുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽ ഫാത്തിഹ, ഫാത്തിഹ വിളിച്ചിട്ട് തുടങ്ങുകയാണ് മൂപ്പറുടെ നേതൃത്വത്തിൽ. അങ്ങ് പിന്നെ കഴിഞ്ഞ് 1 മണിക്കൂർ നേരത്തേക്ക് ആ വഴി കൂടെ ഒരുത്തനും പോകാൻ വഴിയില്ല. പോയി കഴിഞ്ഞാൽ അവനല്ല, അവൻ്റെ മകനാണ്, അവൻ്റെ മകനാണ്. അവളല്ലേ, അവള് പണ്ട് ഇങ്ങനെ മറ്റേ പരിപാടിയായിരുന്നു. ഇപ്പോൾ അവള് ശരിയായെന്ന് തോന്നുന്നുണ്ട്. ഒരു ഏത്തക്കാപ്പം കൂടി എടുത്തേക്ക്. എഴുന്നേക്കത്തില്ല അല്ലാത്ത 3 ഏത്തക്കാപ്പവും 15 ചായ അവിടെ ഇരിക്കുക കടയിൽ. സുബൈക്ക് പള്ളി വരുന്നതാ, കാര്യമായിട്ട് തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ട് വന്നാൽ ഒക്കെ കളഞ്ഞു കുടിച്ചു. ഇതൊക്കെ ഇന്ന് സമൂഹത്തിലുണ്ട്. ഇല്ലാന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? സമൂഹത്തിൽ നടക്കുന്ന കാര്യല്ലേ. വലിയ ഹാജിയാരാണ്, 4-3 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, 10 ഉംറ ചെയ്തിട്ടുണ്ട്, തസ്ബീഹ് നിസ്കരിക്കുന്ന ആളാണ്, ദിക്ർ ചൊല്ലുന്ന ആളാണ്, ഖുർആൻ ഓതാൻ അറിയാവുന്ന വ്യക്തിയാണ്, അത് ഓതുന്ന വ്യക്തിയാണ്. പക്ഷെ നാവ് കൊണ്ട് അനാവശ്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണത്തിൽ ഏർപ്പെടാൻ നമ്പർ 1 ആയി നിൽക്കുന്ന വ്യക്തിയാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലമ്മാ മറ ബിഖൗമിൻ, ഒരു സമൂഹത്തിന്റെ അരികിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുമ്പോൾ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമൂഹത്തോട് പറയുകയാണ്, തഖല്ലലൂ തഖല്ലലൂ തഖല്ലലൂ, നിങ്ങളൊന്ന് പല്ലുകുത്തണേ കൂട്ടരേ, പല്ലുകുത്തണേ പല്ലുകുത്തണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞപ്പോ ഫഖാലൂ, ഉടനെ അല്ലാഹുവിന്റെ റസൂലിനോട് അവരോട് പറയുകയാണ്, ഫവല്ലാഹി മാ തുഇന്നൽ ലൗമ തഅമാ, അല്ലാഹുവിന്റെ റസൂലേ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല റസൂലേ, ഒന്നും ഭുജിച്ചിട്ടില്ല റസൂലേ, ഒന്നും കഴിക്കാത്ത ഒന്നും കുടിക്കാത്ത ഞങ്ങളോട് പല്ലുകുത്താ പറഞ്ഞത് എന്തിനാണ് റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ അവരോട് പറയുകയാണ്, ഇന്നി ലഅറാ ലഹമ ഫുലാനിൻ ബൈന ഫനായാകും, ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ഫനായി ഫസാദ് പറഞ്ഞില്ലേ, ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ നിങ്ങൾ പരദൂഷണത്തിൽ ഏർപ്പെട്ടില്ലേ, അവരെ കുറിച്ച് ദൂഷണം പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് സാബ. ഇന്നീല അറാ ലഹമ ഫുലാനിൻ ബൈന സനായാകും, ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദും നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് സാബ, അതാണ് കുത്തിക്കളയാ നിങ്ങളോട് പറഞ്ഞത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. പള്ളി വരുന്നതാ, കാര്യമായിട്ട് തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ട് വന്നാൽ ഒക്കെ കളഞ്ഞു കുടിച്ചു. ഇതൊക്കെ ഇന്ന് സമൂഹത്തിലുണ്ട്. ഇല്ലാന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? സമൂഹത്തിൽ നടക്കുന്ന കാര്യല്ലേ. വലിയ ഹാജിയാരാണ്, 4-3 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, 10 ഉംറ ചെയ്തിട്ടുണ്ട്, തസ്ബീഹ് നിസ്കരിക്കുന്ന ആളാണ്, ദിക്ർ ചൊല്ലുന്ന ആളാണ്, ഖുർആൻ ഓതാൻ അറിയാവുന്ന വ്യക്തിയാണ്, അത് ഓതുന്ന വ്യക്തിയാണ്. പക്ഷെ നാവ് കൊണ്ട് അനാവശ്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണത്തിൽ ഏർപ്പെടാൻ നമ്പർ 1 ആയി നിൽക്കുന്ന വ്യക്തിയാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലമ്മാ മറ ബിഖൗമിൻ, ഒരു സമൂഹത്തിന്റെ അരികിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുമ്പോൾ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമൂഹത്തോട് പറയുകയാണ്, തഖല്ലലൂ തഖല്ലലൂ തഖല്ലലൂ, നിങ്ങളൊന്ന് പല്ലുകുത്തണേ കൂട്ടരേ, പല്ലുകുത്തണേ പല്ലുകുത്തണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞപ്പോ ഫഖാലൂ, ഉടനെ അല്ലാഹുവിന്റെ റസൂലിനോട് അവരോട് പറയുകയാണ്, ഫവല്ലാഹി മാ തുഇന്നൽ ലൗമ തഅമാ, അല്ലാഹുവിന്റെ റസൂലേ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല റസൂലേ, ഒന്നും ഭുജിച്ചിട്ടില്ല റസൂലേ, ഒന്നും കഴിക്കാത്ത ഒന്നും കുടിക്കാത്ത ഞങ്ങളോട് പല്ലുകുത്താ പറഞ്ഞത് എന്തിനാണ് റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ അവരോട് പറയുകയാണ്, ഇന്നി ലഅറാ ലഹമ ഫുലാനിൻ ബൈന ഫനായാ
ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ഫനായി ഫസാദ് പറഞ്ഞില്ലേ? ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ നിങ്ങൾ പരദൂഷണത്തിൽ ഏർപ്പെട്ടില്ലേ? അവരെ കുറിച്ച് ദൂഷണം പറഞ്ഞില്ലേ? അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട്. സാബ ഇന്നീല അറാ ലഹ്മ ഫുലാനിൻ ബൈന സനായാകും. ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദും നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട്. സാബ അതാണ് കുത്തിക്കളയാ നിങ്ങളോട് പറഞ്ഞത് എന്ന് ഹബീബായ റസൂലുള്ളാഹി.